കൊല്ലാൻ കൊണ്ടുപോകാന്നു എന്റെ കൊച്ചിനെ. ഒറ്റയ്ക്ക് വാരിക്കൂട്ടി വെച്ചിരിക്കല്ലയോ മണ്ണും പണവും. കൂടപ്പുറപ്പിന്റെ അമ്മയുടെ കണ്ണീര് കാണാത്ത നീ ഒരു കാലത്ത് ഗുണം പിടിക്കത്തില്ലടാ പട്ടി കഴിവരുടെ മോനെ. ഇപ്പോഴും അമ്മ എന്നെ വിളിച്ചത് മോനേന്നാ. കഴിവേറി പണ്ട് ഗോളിയറിലേക്ക് വണ്ടി കയറിപ്പോയ എന്റെ തന്ത. നടന്നിട്ടുള്ളത് അതിന് പൊതുജനത്തെ ഉപദ്രവിക്കരുത്. സാർ രാവിലെ കോട്ടിട്ടോന്ന് ക്ലാസ് റൂമിക്കല്ലേ? നിങ്ങളുടെ പാർട്ടി ഇഷ്ടംപോലെ ഹർത്താൽ നടത്തുന്നതല്ല. അന്നേരം കാർ കൂടി ഞങ്ങൾ വന്നാലാ? അതിന് നിങ്ങൾക്ക് കാറുണ്ടോ? ഇറങ്ങിയത് ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച മനുഷ്യന്റെ വായിലും കൂടി കേൾപ്പിച്ചപ്പോ എനിക്ക് തൃപ്തിയായില്ലടാ. തൃപ്തിയായി സാറേ, എനിക്ക് സന്തോഷായി. ഇപ്പോഴെങ്കിലും സാർ ഇത് ചെയ്തല്ലോ. മനസ്സ് നിറയിപ്പോ സന്തോഷ. എന്റെ കണ്ണുകൾ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നീ എന്തായി പറയുന്നത്? അല്ല, എന്നെ തല്ലാനായിട്ടാണെങ്കിലും ഈ നിയമപുസ്തകം സാർ ഒന്ന് കൈകൊണ്ട് തൊട്ടല്ലോ. ഈ ശ്യാംബാലഗോപാൽ വിമൻസ് കോളേജിൽ പഠിക്കുന്ന ആൾക്കാരന്വേഷിച്ചു വന്ന് തുടങ്ങി. ഞാനാ ശ്യാം. ആരാ? ഞാൻ രഞ്ജിത്ത്, തിരക്കുള്ളൊരു ഫാഷൻ ഡിസൈനറാ. എങ്കിൽ തിരക്കൊഴിഞ്ഞിട്ട് വാ, പോയിക്കോ. നീ ആണാണെങ്കിൽ ഈ വിലങ്ങൊന്ന് അഴിക്കടാ. ഓടാ, ആണത്തം കാണിക്കുന്നത് മണ്ടത്തരം കാണിച്ചിട്ടാണോടാ? എന്താ വെള്ളമില്ലാത്തത് കൊണ്ട് വള്ളംകളി മാറ്റിവെച്ചു. ഇയാളെന്ത് പണിയാണ് കാണിക്കുന്നത്? തന്നെ കൂടെ തോന്നുള്ളൂ. ഐ ആൾസോ ഫെയിൽഡ് ഓഫ് യു. രണ്ടാമത് സോറി സാർ. എന്നാ കുറച്ച് സോപ്പ് കൊടുത്തേക്കണോ? എന്ത് സോപ്പാണ് സാർ? പറ്റില്ലെഴുതിക്കോളാം. ഇവിടെ പ്രായപൂർത്തിയായ പെണ്ണുങ്ങളുണ്ട്. പ്രായപൂർത്തിയായ പെണ്ണുങ്ങളോ? ഏതാത്? ഞാൻ തന്നെ. ഇത് പ്രായപൂർത്തിയല്ല, ഷഷ്ടിപൂർത്തിയാ. ഈ ചൂലോണ്ട്